Hello friends, so welcome to our session. So, Bachelor of Tourism and Travel Management എന്നുള്ള ഒരു സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. സോ ഈ ഒരു കോഴ്സ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോഴ്സിൽ ടൂറിസമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഇൻട്രസ്റ്റോടെ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട്സ് ആണ് കേട്ടോ എല്ലാം ഉള്ളത്. സോ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടലി 20 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ആ 20 യൂണിറ്റ്സിലും ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് അതിന്റെ ആ ഒരു അഡ്വാൻസ്ഡ് ഫോം വരെ എത്തി നിൽക്കുന്ന ആ ഒരു ഒറിജിനൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ 20 യൂണിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. സോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം ആണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ് ടൂറിസം, അതിന്റെ ആ ഒറിജിനും ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ഒക്കെ എന്താണ്, അതുപോലെ ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്, ആ ടൂറിസ്റ്റ് പ്രൊഡക്റ്റും ഡെസ്റ്റിനേഷനും ഒക്കെ എന്താണ്, ദെൻ പുഷ് ആൻഡ് പുൾ ഫോഴ്സസ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂർസ്, ഓൾട്ടർനേറ്റ് ടൂറിസം, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ ഇതിൽ പഠിക്കും. ദെൻ ഡിമാൻഡ് ഫോർ ടൂറിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ടൂറിന്റെ ഡിസിഷൻസ് ഒക്കെ എങ്ങനെയാണ് അവർ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കും. ദെൻ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ, ടൂറിസത്തിന്റെ ഒരു ഹിസ്റ്ററിയാണ് അതിൽ വരുന്നത് കേട്ടോ. സോ ആ ഒരു ഇന്നത്തെ ഒരു മോഡേൺ ടൂറിസത്തിൽ എത്തി നിൽക്കുകയാണ്. സോ എങ്ങനെയാണ് ഈ ഒരു ലെവൽ വരെ നമ്മൾ എത്തിയത്, ആ ഒരു ഹിസ്റ്ററി എന്താണ് ടൂറിസത്തിന്റെ, എങ്ങനെയാണത് ഇന്നത്തെ ആ ഒരു എക്സിസ്റ്റൻസിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കും. ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ടൂറിസം ഓർഗനൈസേഷൻ ആണ്. സോ നമ്മുടെ ഈ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്കുണ്ട്. സോ അത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, പബ്ലിക് ഓർഗനൈസേഷൻ ഉണ്ട്, ഗവൺമെന്റ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എക്കോ ടൂറിസം സൊസൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വേരിയസ് ടൈപ്സ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ടൂറിസം ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാം പല രീതിയിലും നമ്മുടെ ഈ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തേർഡ് യൂണിറ്റിൽ നമ്മൾ നോക്കും. ദെൻ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ടൂറിസം റെഗുലേഷൻസ് ആണ്. സോ നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും റൂൾസും ലോസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അതേപോലെ നമ്മുടെ ഈ ഒരു ടൂറിസത്തിലെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ എന്താണെന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കും. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാവലേഴ്സ്, അതുപോലെ എക്കണോമിക് റെഗുലേഷൻസ് ഉണ്ട് ടൂറിസത്തില്, ദെൻ ഹെൽത്ത് റെഗുലേഷൻസ് ഉണ്ട്, ദെൻ അക്കോമഡേഷൻ ചെയ്യുന്ന സമയത്ത്, കാറ്ററിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ലോ ആൻഡ് ഓർഡർ, ആ ഒരു നാട്ടിലെ ലോ ആൻഡ് ഓർഡർ എന്താന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടൂറിസം നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സോ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കും. ദെൻ ഫിഫ്ത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. സോ നമ്മുടെ ടൂറിസത്തിലും സ്റ്റാറ്റിസ്റ്റിക്സും ആ ഒരു ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. സോ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, ടൂറിസത്തിൽ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ ഒരു ടൂറിസത്തില് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിഫ്ത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കും. ദെൻ സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലെ, റെയിൽവേ, വാട്ടർവേ, എയർവേ, റോഡ് വേ. സോ നമ്മൾ ടൂർ സെലക്ട് ചെയ്യുമ്പോൾ ഏത് വേണം എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. സോ നമ്മുടെ ഒരുപാട് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഏവിയേഷന്റെ റോൾ ഇപ്പോ ഇംപ്രൂവ് ചെയ്ത് വരികയാണ് അല്ലെ. അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് ട്രാവലേഴ്സിന്റെ എണ്ണം കൊല്ലം കൂടുന്തോറും കൂടി വരികയാണ്. സോ അതിലൊക്കെ വരുന്ന ഒരു ഇംപ്രൂവ്മെന്റ്സ് ടൂറിസത്തിനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു യൂണിറ്റ് നമ്മൾ. ദെൻ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ടൂറിസ്റ്റ് അക്കോമഡേഷൻ ആൻഡ് ഇൻഫോർമൽ സർവീസസ് ഇൻ ടൂറിസം ആണ്. സോ അതൊരു മെയിൻ ഫാക്ടേഴ്സ്, അതായത് ഒരു അക്കോമഡേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ദെൻ നമുക്കറിയാം അക്കോമഡേഷൻ നടക്കുന്ന സമയത്ത് പല രീതിയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടൂർ പോകും അല്ലെ. ഹിൽ സ്റ്റേഷൻ ഉണ്ടാവും, സ്നോ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, ബീച്ച് സൈഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെ, വെള്ളം അധികമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, നല്ല ചൂടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. സോ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള അക്കോമഡേഷൻ ആയിരിക്കും നമുക്ക് ആവശ്യം വരും. സോ അതൊക്കെ എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂണിറ്റിൽ വരുന്നതാണ്. ദെൻ യൂണിറ്റ് 8 എന്ന് പറയുന്നത് സബ്സിഡറി സർവീസസ് കാറ്റഗറീസ് ആൻഡ് റൂൾസ് ആണ്. സോ സം സബ്സിഡറി സർവീസസ് ആൻഡ് റോൾ പ്ലേഡ് ബൈ ഈച്ച് ഓഫ് ദം ഇൻ ടൂറിസം, എന്തൊക്കെയാണ് ആ സർവീസസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ദെൻ അവന്യൂസ് ഫോർ സബ്സിഡറി സർവീസസ് പറയുന്നുണ്ട്.
ദെൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ടൂറിസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ എന്താണെന്നും കൂടി ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കും. ദെൻ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് എംപോറിയംസ് ആൻഡ് ട്രേഡ് ഫെയർസ് ആണ്. നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഷോപ്പിംഗ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഹാൻഡിക്രാഫ്റ്റ്സും മ്യൂസിയംസും അല്ലെ ട്രേഡ് ഫെയർസ് ഒക്കെയാണ്. ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. സോ ട്രഡീഷണൽ മോഡേൺ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോറിനേഴ്സ് ഒക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് അവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. സോ അതൊക്കെ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഈ ഒരു യൂണിറ്റിൽ പറയും. ദെൻ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ടൂർ ഗൈഡ്സ് ആൻഡ് എസ്കോർട്സ് ആണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഒരു ഗൈഡും എക്സ്പേർട്ട് ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. സോ ഈ എസ്കോർട്സും ഗൈഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗൈഡ്സ് എന്ന് ആരാണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇവര് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്, ഇങ്ങനെയുള്ള കുറച്ചൊക്കെ ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ 11th യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി, ലാൻഡ്സ്കേപ്പ്, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ആണ്. സോ നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എക്കോളജിക്കൽ വെറൈറ്റിയും എൻവയോൺമെന്റൽ കൺസേൺസും ഒക്കെ അതിൽ പറയുന്നുണ്ട്. ദെൻ ടൂറിസ്റ്റ് സീസണാലിറ്റി അല്ലെ, റൗണ്ട് ദ ഇയർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ആ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും എങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയും ആ ഒരു ലാൻഡ്സ്കേപ്പും അല്ലെ, പല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. ബീച്ച് ഉണ്ട്, ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് ടൂറിസവും അതിലെങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. ദെൻ യൂണിറ്റ് 12 എന്ന് പറയുന്നത് മാപ്പ് ആൻഡ് ചാർട്ട് വർക്ക് ആണ്. സോ നമ്മൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണല്ലേ, നമുക്ക് അറിയാത്ത സ്ഥലത്ത് പോലും ഇന്ന് എല്ലാവരും പോകുന്നുണ്ട്. സോ ഈ ഒരു മാപ്പും ചാർട്ടിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റും അതിന്റെ ഹിസ്റ്ററിയും ഒക്കെ എന്താണ്, അതെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സും ചാർട്ട്സും ഒക്കെ എന്താണെന്നൊക്കെ ഇതിൽ നോക്കും. ദെൻ യൂണിറ്റ് 13 എന്ന് പറയുന്നത് റോൾ ഓഫ് മീഡിയ ആൻഡ് ട്രാവൽ റൈറ്റിംഗ് ആണ്. സോ നമുക്കറിയാം ഇന്ന് മീഡിയാസിലൂടെ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് എല്ലാവരുടെയും പോകുന്നുണ്ട് അല്ലെ. പണ്ട് ആരും പോവാതിരുന്ന അറിയപ്പെടാത്ത സ്ഥലങ്ങൾ പോലും ഇന്ന് മീഡിയാസ് വഴി അല്ലെങ്കിൽ ആരുടെങ്കിലും റൈറ്റിംഗ്സിലൊക്കെ വായിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ട്. സോ ആ ഒരു മീഡിയയുടെ ആ ഒരു മീഡിയ ക്യാമ്പയിനിങ് ഒക്കെ എങ്ങനെയാണ് ഈ ടൂറിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് റൈറ്റിംഗ് ഫോർ ടൂറിസം ആൻഡ് ലേൺ അബൌട്ട് വേരിയസ് തീംസ് ടു റൈറ്റ് അപ്പോൺ അല്ലെ. ഒരുപാട് കാര്യങ്ങളും ടൂറിനെ പറ്റി ഇപ്പൊ ഒരുപാട് സഞ്ചാരി അതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേജസും അല്ലെ, ഒരാൾ ടൂർ പോയ ട്രാവലോഗും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും എഴുതി അറിയിക്കാനും അല്ലെ, പോവാത്തവർക്ക് അത് വായിച്ച് ഫോട്ടോസ് ഒക്കെ കാണാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ മീഡിയ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ യൂണിറ്റ് 13 പറയുന്നത്. ദെൻ യൂണിറ്റ് 14 എന്ന് പറയുന്നത് മോണുമെന്റ്സ് ആൻഡ് മ്യൂസിയംസ് ആണ്. സോ ഇന്ത്യയുടെ മോണുമെന്റൽ ഹെറിറ്റേജും വാരിയസ് ടൈപ്സ് ഓഫ് മ്യൂസിയംസും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ 15th യൂണിറ്റ് എന്ന് പറയുന്നത് ലിവിംഗ് കൾച്ചർ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ആണ്. സോ നമ്മുടെ ലിവിംഗ് കൾച്ചറും പെർഫോമിംഗ് ആർട്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ലിവിംഗ് കൾച്ചർ ആൻഡ് പെർഫോമിംഗ് ആർട്സ് ആണ് ഇതിൽ പറയുന്നത് അല്ലെ. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള പെർഫോമിംഗ് ആർട്സും, ഓരോ നാഷണൽ അതായത് ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണെന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാം. ദെൻ യൂണിറ്റ് 16 എന്ന് പറയുന്നത് റിലീജിയൻസ് ഓഫ് ഇന്ത്യ ആണ്. സോ പ്ലൂറലിസ്റ്റിക് ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണ് അല്ലെ. അത് ആ ഒരു പല രീതിയിലുള്ള റിലീജിയൻ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ബിലീഫ് എന്താണ്, അത് ടൂറിസത്തിൽ എങ്ങനെ വരുന്നു, അതുമെല്ലാം നമുക്ക് ഇതിലൂടെ പറ്റും. ദെൻ യൂണിറ്റ് 17 എന്ന് പറയുമ്പോൾ ടൂറിസം പോളിസി ആണ്. ഒരുപാട് ടൂറിസം പോളിസീസ് ഇന്ന് വരുന്നുണ്ട്. സോ മെയിൻ എലമെന്റ്സ് ഓഫ് ടൂറിസം പോളിസി 1982 ഉണ്ട്. ദ നാഷണൽ കമ്മിറ്റി ഓൺ ടൂറിസം 1988 വന്നതുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ 2004 വന്നതാണ്. പ്രസാദ് ഉഡാൻ സ്കീം ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ ടൂറിസത്തിന്റെ പോളിസീസ് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണൊക്കെ ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ യൂണിറ്റ് 18 എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആൻഡ് ടൂറിസം ആണ്. സോ എവല്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോക്കൽ ബോഡീസും അതിന്റെ ഇമ്പോർട്ടൻസും ആണ്. ടൂറിസത്തിൽ എങ്ങനെയാണ് അത് ഇമ്പോർട്ടൻസ്, അതിനുള്ള ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഇതിൽ നോക്കും. ദെൻ ടൂറിസം ഇമ്പാക്ട്സ് ആണ് നമ്മുടെ യൂണിറ്റ് 19. സോ നമുക്കറിയാം ടൂറിസത്തിന്റെ ഇമ്പാക്ട്സുകൾ എന്താണ് അല്ലെ. ബോത്ത് നെഗറ്റീവും പോസിറ്റീവും വരാൻ ചാൻസ് ഉണ്ട്. സോ സോഷ്യോ കൾച്ചറൽ, എക്കണോമിക്, ഫിസിക്കൽ എൻവയോൺമെന്റ് ഒക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്രത്തോളം അതിന് ഇമ്പാക്ട് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കും. ദെൻ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 20 എന്താന്ന് വെച്ചാൽ ത്രെഡ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി ആണ്. സോ നമ്മുടെ ടൂറിസത്തിന്റെ ഏതാന്നൊക്കെ നമ്മൾ പഠിച്ചു. അവസാനം ഇനി അത് ഫേസ് ചെയ്യേണ്ടി വരുന്ന ത്രെഡ്സും ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെയാണ്. അത് എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം അല്ലെ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തൊക്കെ ത്രെഡ്സ് ഉണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കും. സോ അതിനനുസരിച്ചായിരിക്കും ഈ പോളിസി ഒക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും. അത് പ്ലാൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഈ ഒരു എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കും. സോ ഇങ്ങനെ മൊത്തത്തിൽ ഒരു 20 യൂണിറ്റിൽ ബേസിക് ആയിട്ടുള്ള ടൂറിസം എന്താ, ടൂറിസ്റ്റ് എന്താ എന്നുള്ളത് തൊട്ട് അവസാനം അതിന്റെ ത്രെഡ്സ് ഒക്കെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വരെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 20 യൂണിറ്റിലായിട്ട് നമ്മൾ പഠിക്കും. വളരെ എളുപ്പമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആണ്. സോ നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് ഇനി ഓരോ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഓവറോൾ ഐഡിയ കിട്ടാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. സോ എല്ലാവർക്കും ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സബ്ജക്റ്റിൽ എന്താ പറയുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി ഓരോ യൂണിറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.